പ്രിയമുള്ളവരെ നമസ്കാരം. മിന്നൽ നിച്ചുവാണ്. എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് കേരള സ്റ്റോറി 2. അതൊരു സിനിമയാണ്. ആ സിനിമയിൽ അഭിനയിച്ചതാണ് ഒരു ബീഫ് കഴിക്കാത്തൊരു പെൺകുട്ടിക്ക് ബീഫ് നിർബന്ധിച്ച് കഴിക്കുന്നത്, ഒരു ബായിയൊക്കെ പിടിച്ചിട്ടുള്ളത്. അത് സിനിമയാണ്. സിനിമയിൽ എന്തൊക്കെ വരുന്നുണ്ട്? ബലാത്സംഗം വരുന്നുണ്ട്, ഒളിച്ചോട്ടം വരുന്നുണ്ട്, കൊലപാതകം വരുന്നുണ്ട്. അതൊക്കെ കൊല്ലുന്നതാണോ? അതുപോലെ തമിഴ് സിനിമയിൽ ബോംബെ എന്നുള്ള സിനിമയിൽ ഭയങ്കര വർഗീയത നടക്കുന്നുണ്ട്. അത് കണ്ട ആൾക്കാരെല്ലാം വീണ്ടും വർഗീയത നടത്തിയിട്ടുണ്ടോ? ആൾക്കാരെ കൊന്നിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ കാര്യമില്ല. അതിന് പിന്നെ ഈ സിനിമ കാണാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വർഗീയത കാണിച്ചതും കൊന്നു കുഴിച്ചു മൂടിയതും. ഈ ബീഫ് കഴിച്ചാൽ എല്ലാവരും ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇപ്പൊ BJP-ക്കാർക്കുള്ള ഒരു പേടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മുസ്ലിം രാജ്യമാവുമെന്ന്. ഇന്ത്യ ഒരിക്കലും ഹിന്ദു രാജ്യമാവാൻ പോകുന്നില്ല. ഇന്ത്യ ഒരിക്കലും മുസ്ലിം രാജ്യമാവാൻ പോകുന്നില്ല. ഇന്ത്യ ഒരിക്കലും ക്രിസ്ത്യൻ രാജ്യമാവാൻ പോകുന്നില്ല. ഒരു ജനാധിപത്യ രാജ്യം. അതാണ് എല്ലാവർക്കും തുല്യ അവകാശമുള്ള രാജ്യം ഇന്ത്യ മഹാരാജ്യം. അതിലെങ്ങനെ ഒരു ബീഫ് എന്നൊരു സിനിമന്റെ പേരിൽ ഒരു ഹിന്ദു മുസ്ലിം രാജ്യമായിട്ട് മാറുന്നുള്ളൂ? പക്ഷെ അവന്മാർക്ക് എത്ര പേരുണ്ടെങ്കിൽ. പിന്നെ കേരളത്തിലുള്ള ആൾക്കാർ ആരാ ബീഫ് കഴിക്കാത്തത്? ഇതേ പറയുന്ന സുരേന്ദ്രൻ, BJP ദേശീയ പ്രസിഡന്റ്, എന്ത് പണ്ടാരെ, അവൻ തിന്നതിന്റെ ഫോട്ടോ ഇടിയുണ്ട്. ബീഫാണ് കഴിച്ചത്. അതിലേക്കുള്ള ബീഫ് പോയി കൊടുത്ത ആൾക്കാരൊക്കെ സാക്ഷിയുണ്ട്. പിന്നെ അവന്റെ വിഷയം കേട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ സിനിമ ഇറങ്ങിയാൽ കാണാറ്. ഇപ്പൊ ടൈലർ മുതലേ കണ്ടിട്ടുള്ളൂ. ടൈലറിൽ ഇങ്ങനത്തെ ചെറിയൊരു വേർഡ് മാത്രമേ ഉള്ളൂ. ഇന്നൊരു ബീഫ് നിർബന്ധിച്ച് കഴിക്കുന്നത്, അത്രയല്ലേ ഉള്ളൂ. അതിനൊക്കെ വലിയ വിഷയമാക്കി മാറ്റിയാലേ വേറെ എന്തൊക്കെ കാര്യങ്ങളില്ല. ഇത് പറയുമ്പോഴത്തേക്ക് BJP-ക്കാർക്ക് ഒരു മാർക്കറ്റിംഗാ. ഇതിന്റെ പേരിൽ കേരളത്തിന് താഴ്ത്തിറക്കാം. അത് BJP-ക്കാർ പള്ളിപ്പോയി പറഞ്ഞാൽ മതി. കേരളത്തിൽ എല്ലാ ആൾക്കാരും ഇനിയും ബീഫ് തിന്നും. കേരളത്തിൽ ഒരിക്കലും BJP ഉദിക്കാൻ പോകുന്നില്ല. അത് വേറൊരു കാര്യം. എന്നാ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മിന്നൽ നിച്ചുവോ.